ഇനി കിഫ്ബി. കിഫ്ബി ഒരു പ്രതിഭാസമാണ്. അതായത് ബഡ്ജറ്റ് ചെയ്തൊരു എക്സ്ട്രാ ബഡ്ജറ്ററി ആണെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. എന്ത് ഗുണമാണ് അതുകൊണ്ട് ഉണ്ടാക്കിയതെന്ന് കൂടി വ്യക്തമാണ്. കാരണം സംസ്ഥാനത്തെ വരുമാനത്തിൽ നിന്നും ലഭിക്കുന്ന ബജറ്റിൽ വരുമാനത്തിൽ നിന്ന് ലഭിക്കുന്ന മോട്ടോർ വെഹിക്കിൾ സെസ് എല്ലാ വർഷവും കൊണ്ട് പോകും. 2000 കോടി മുതൽ 3000-4000 കോടിയൊക്കെ ആവും. അതാണ് അവരുടെ അടിസ്ഥാന ഫണ്ട്. അപ്പം അത് ബജറ്റിൽ നിന്ന് കൊടുക്കുന്നതാണ്. അവർ കടം മേടിക്കും. കടം മേടിക്കുന്നത് വലിയ പലിശയ്ക്കാണ്. അതിനെക്കുറിച്ച് വലിയ ആക്ഷേപമുണ്ട്. വലിയ പലിശയ്ക്ക് കടം മേടിക്കും. കടം മേടിക്കുമ്പോൾ സോവറിൻ ഗ്യാരണ്ടി സ്റ്റേറ്റ് കൊടുക്കണം. അതായത് ഇവർക്ക് അടയ്ക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള വരുമാനം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയും കിഫ്ബിയിലില്ല. അപ്പോൾ കിഫ്ബിക്ക് ഒറ്റയ്ക്ക് തിരിച്ചടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും സർക്കാരിലേക്ക് വരും. അപ്പോൾ സർക്കാർ തന്നെ പണം, അടിസ്ഥാന ഫണ്ടും കൊടുക്കണം, കടം മേടിക്കുന്ന തുകയും സർക്കാർ കൊടുക്കണം. അതിൻ്റെ വലിയ പലിശ, ഭയങ്കര പലിശ, ഞാൻ കാണിച്ചു തരാം. വലിയ പലിശയ്ക്കാണ് കടം മേടിച്ചിരിക്കുന്നത്. ഈ പലിശയും സർക്കാർ കൊടുക്കണം. അപ്പം സർക്കാരിൻ്റെ മീതെയുള്ളൊരു ബാധ്യതയായി. ഇത് സർക്കാരിന് പുറത്താണ് പ്രവർത്തിച്ചിരുന്നത്. ധനകാര്യ വകുപ്പിനെ പോലും അറിയിക്കാതെ പ്രത്യേക സാമ്രാജ്യമായിരുന്നു കിഫ്ബിയുടെ സാമ്രാജ്യം. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്, ക്യാബിനറ്റും തീരുമാനിച്ചിട്ടുണ്ട്, അത് ഒരു പഠനം നടത്തി എന്താണ് ചെയ്യേണ്ടത്, ദോഷകരമല്ലാത്ത രീതിയിൽ ഒരു തീരുമാനം കിഫ്ബിയുടെ കാര്യത്തിലുണ്ടാവും പഠനം നടത്തിയതിന് ശേഷം. പലിശ നോക്കിയേ. 8.809.56 അവസാനത്തെ കോളം. പലിശ നോക്കിയേ. പലിശ നിരക്കാണ്. ഇതിനേക്കാൾ കുറഞ്ഞ പലിശ നിരക്കിൽ കിട്ടും. ഗ്ലോബൽ ഫിനാൻസ് മാർക്കറ്റിൽ കിട്ടും. സ്റ്റേറ്റ് പോലും ഇത്രയും വലിയ പലിശക്കല്ല എടുക്കണം. ഈ പലിശക്ക് എടുത്തിട്ട് ഇവിടുത്തെ ബാങ്കിൽ കൊണ്ട് 6%-നും 7%-നും ഡെപ്പോസിറ്റ് ചെയ്യും. മനസ്സിലായി? അപ്പൊ അത് വലിയ ഒരു ഇതാണ്. പിന്നെ ഓരോ ജില്ലകളിലും ഒരു വിധത്തിലുള്ള ഒരു റീജിയണൽ ബാലൻസും ഇല്ലാതെ വിവേചനമാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് കണ്ണൂരാണ് പരിപാടി കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ കോളം നോക്കിയേ. അപ്രൂവ്ഡ് 20.4% കണ്ണൂർ. രണ്ടാമത്തത് 16.7% തിരുവനന്തപുരത്ത്. 3 പാലക്കാട് 15%. 4 എറണാകുളം 11.4%. ബാക്കിയൊക്കെ നോക്കിയേ. 3.9, 2.4, 5.5, 1.4, 4.5. ഡിസ്ക്രിമിനേഷൻ ഉണ്ടായിരുന്നു വിവിധ ജില്ലകളിൽ വികസന പ്രവർത്തനങ്ങൾ അനുവദിച്ച്. ഇത് അരിയേഴ്സാണ്. സംസ്ഥാന ഗവൺമെന്റിന് ലോൺ റീപേയ്മെന്റിലുള്ള സംസ്ഥാന ഗവൺമെന്റ് കിട്ടാനുള്ള പൈസയാണ് കാണിച്ചിരിക്കുന്നത്. പണ്ട് മുതലേ ഉള്ളത്. പിന്നെ സോഷ്യൽ സെക്ടറിലേക്കുള്ള ഓരോ സ്പെൻഡിങ് ഇപ്പം നോക്കിക്കോ. അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സർവീസ്, കൃഷിക്ക് വേണ്ടി 2015-16 6.19 ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറഞ്ഞ് 3.20 2.97% കൃഷിയുള്ളത്. 15-ൽ നിന്ന് 10 കൊല്ലം കഴിഞ്ഞപ്പോൾ പെർസെൻറ്റേജ് കൃഷിക്ക് വേണ്ടി ചിലവാക്കുന്ന തുക പകുതിയായി കുറഞ്ഞു. റൂറൽ ഡെവലപ്മെൻറ്റ് 11.10 ഉണ്ടായിരുന്നത് 5.97 ആയി. സഹകരണം 0.46, 0.10 ആയി. ഇറിഗേഷൻ എല്ലാം കുറഞ്ഞു. പവർ 4.7, അത് മാത്രമാണ് കൂടിയിരിക്കുന്നത്, പവറിൻ്റെ മാത്രം. ബാക്കി എല്ലാം കുറവാണ്. ഇതാണൊരു ചിത്രം. അപ്പോൾ ഗുരുതരമായിട്ടുള്ള ഈ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള 20,500 കോടി രൂപയുടെ പ്രശ്നം, 48,000 കോടി രൂപയുടെ ബാധ്യത, മറ്റു ബാധ്യതകൾ കൂടാതെയാണ്, പലിശ ബാധ്യതകൾ കൂടാതെയാണ്. പെട്ടെന്ന് അടച്ചു തീർക്കേണ്ട 21,000 കോടി രൂപ, പിന്നെ കിഫ്ബിയുടെ ബാധ്യത, പെൻഷൻ ഫണ്ടിൻ്റെ ബാധ്യത ഉൾപ്പെടെ വലിയ ബാധ്യതയാണ് ഉള്ളത്. ഇതാണ് സംസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സാമ്പത്തിക ആരോഗ്യ ചിത്രം. ഏതാ?